നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ കുടുങ്ങി 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ. അപകടം മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ. കൊച്ചി ഇൻഫോ പാർക്കിലെ ശുചിമുറിയിൽ ഒളിക്യാമറ. ക്യാമറ കണ്ടെത്തിയത് സ്ത്രീകളുടെ ശുചിമുറിയിൽ. കൊല്ലത്ത് ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയയാൾ പിടിയിൽ. പിടിയിലായത് മൈലക്കാട് സ്വദേശി സുനിൽകുമാർ. ഷാർജയിൽ മരിച്ച അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. ഭർത്താവ് സതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ച് പോലീസ്. കൊലക്കുറ്റത്തിന് കേസ്. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന കരുനാഗപ്പള്ളി SP. തിരുവനന്തപുരത്തും അഞ്ചലിലും വിദ്യാർത്ഥികൾ തൂങ്ങി മരിച്ച നിലയിൽ. അഞ്ചലിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത് ഋതുരാജേന്ദ്രനെ. മരണകാരണം അമ്മയുമായുള്ള പിണക്കമെന്ന് കുറിപ്പ്. തിരുവനന്തപുരം ഊരുട്ടുകരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതിഭയെ. കൊല്ലത്ത് മോഷണ കേസിൽ പൂജാരി അറസ്റ്റിൽ. പിടിയിലായത് പുതിയിടത്തില്ലത്തെ ഈശ്വരൻ നമ്പൂതിരി. മോഷ്ടിച്ചത് പെരുമ്പുഴ യക്ഷിക്കാവിലെ വിഗ്രഹങ്ങളിൽ ചാർത്തിയ കിരീടങ്ങൾ. മോഷ്ടിച്ച കിരീടങ്ങൾക്ക് പകരം ഗോൾഡ് കവറിംഗ് കിരീടം വെച്ചും തട്ടിപ്പ്. ശബരിമലയിൽ അയ്യപ്പന് നിറപുത്തരി. ശ്രീകോവിലിൽ പൂജിച്ച നെൽക്കതിർ ഭക്തർക്ക് പ്രസാദമായി. ക്ഷേത്രനട ഇന്ന് വൈകിട്ട് അടയ്ക്കും. ചിങ്ങമാസ പൂജകൾക്കായി അടുത്ത മാസം 16-ന് നട തുറക്കും. വാർത്തകൾ വിശദമായി നോക്കാം. കൊല്ലം അഞ്ചലിൽ +1 വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആർച്ചൽ മുളയ്ക്കൽ സ്വദേശി ഋതുരാജേന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയുമായുള്ള പിണക്കമാണ് മരണകാരണമെന്നെഴുതിയ കുറിപ്പ് മുറിയിൽ നിന്നും കണ്ടെത്തി. തിരുവനന്തപുരം ഊരൂട്ടുകരയിലും വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഊരൂട്ടുകാല സ്വദേശി പ്രതിഭയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നിലവിലെ സ്കൂളിൽ പഠിക്കാൻ താൽപര്യമില്ലെന്ന് പ്രതിഭ പറഞ്ഞിരുന്നതായി രക്ഷിതാക്കൾ പറയുന്നു. നെയ്യാറ്റിൻകര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കൊച്ചി ഇൻഫോ പാർക്കിലെ ശുചിമുറിയിൽ ഒളിക്യാമറ. പാർക്ക് സെന്റർ കെട്ടിടത്തിലെ സ്ത്രീകളുടെ ശുചിമുറിയിലായിരുന്നു ഒളിക്യാമറ കണ്ടെത്തിയത്. പാർക്ക് സെന്റർ ഡെപ്യൂട്ടി മാനേജർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. പാർക്ക് സെന്ററിലെ ജീവനക്കാരനാണെന്നാണ് നിലവിലെ സംശയം. ഇയാൾ ഒളിവിലാണ്. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിൽ. മൈലക്കാട് സ്വദേശി സുനിൽകുമാറാണ് കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായത്. ഇത്തിക്കര പാലത്തിന് സമീപത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. 3 മണിയോടെയാണ് സംസ്കാരം നടക്കുക. കേസിൽ പ്രതിയും ഭർത്താവുമായ സതീഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചു. ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതായി കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന പറഞ്ഞു. കൊല്ലത്ത് മോഷണ കേസിൽ പൂജാരി അറസ്റ്റിൽ. പാരിപ്പള്ളി കിഴക്കനേല പുതിയടത്ത് ഇല്ലത്തിലെ ഈശ്വരൻ നമ്പൂതിരിയാണ് പിടിയിലായത്. പെരുമ്പുഴ യക്ഷിക്കാവിലെ വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന 20 പവനോളം തൂക്കം വരുന്ന 5 കിരീടങ്ങൾ മോഷണം നടത്തിയ കേസിൽ ആണ് ഇയാൾ അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മോഷ്ടിച്ച കിരീടങ്ങൾക്ക് പകരം ഗോൾഡ് കവറിംഗ് കിരീടം വയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിപ്പയിൽ ആശ്വാസം. നിപ്പ ബാധിച്ച് ചികിത്സയിലിരുന്ന പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. 1 മാസക്കാലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുവതി. രോഗം തലച്ചോറിനെ ബാധിച്ചതിനാലാണ് ചികിത്സയിൽ തുടരേണ്ടി വരുന്നതെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. ശബരിമലയിൽ അയ്യപ്പന് നിറപുത്തരി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കിഴക്കേ മണ്ഡപത്തിലെത്തിച്ച നെൽക്കതിർ ശ്രീകോവിലിൽ പൂജിച്ച ശേഷം തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തനും മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരിയും ഭക്തർക്ക് പ്രസാദമായി നൽകി. പൂജകൾക്ക് ശേഷം ക്ഷേത്രനട ഇന്ന് വൈകിട്ട് അടയ്ക്കും. ചിങ്ങമാസ പൂജകൾക്കായി അടുത്ത മാസം 16-ന് നട തുറക്കും.
ഇടുക്കി പള്ളിവാസലിൽ സ്കൂൾ ബസ് റോഡിലെ കുഴിയിൽ താഴ്ന്നു. കുട്ടികളുമായി പോകവെയാണ് ബസ് താഴ്ന്നത്. പീച്ചാട് പ്ലാമല റോഡിലായിരുന്നു സംഭവം. കാലങ്ങളായി കുണ്ടും കുഴിയുമായി കിടന്ന റോഡിലാണ് നിറയെ കുട്ടികളുമായി എത്തിയ സ്കൂൾ വാൻ താഴ്ന്നത്. കല്ലാർ വട്ടിയാർ സ്കൂളിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാങ്കുളം, കുരിശുപാറ, പീച്ചാട് മേഖലകളിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്താനാകുന്ന റോഡിലാണ് അപകടം. മുന്നോട്ട് നീങ്ങാനാവാത്ത വിധം സ്കൂൾ ബസിന്റെ ടയർ റോഡിലെ ചെളിയിൽ താഴ്ന്നു പോവുകയായിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം മുടങ്ങി. റോഡിൽ വലിയ കിടങ്ങുകളും വെള്ളക്കെട്ടുമുണ്ട്. ഇന്ന് ഈ സ്കൂളിൽ പോകുന്ന ഈ നിരവധി കുട്ടികൾ ഈ ബസ്സിലിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ബസ് ഇവിടെ അടിവശം തട്ടി ഇതുപോലെ നിൽക്കുമ്പോൾ ഈ കുഴിയുടെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ. ഇത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന മാങ്കുളം പോലെയുള്ള, അതുപോലെ പള്ളിവാസൽ പോലെയുള്ള 2 പഞ്ചായത്ത്, അടിമാലി പഞ്ചായത്തുള്ള 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത്. ഈ റോഡിന് എത്രയും വേഗം ഇതിന്റെ ഒരു ശോചനീയാവസ്ഥ പരിഹരിച്ചു തരണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളെ ബദൽ യാത്രാ മാർഗമൊരുക്കി സ്കൂളിലെത്തിച്ചു. സ്വകാര്യ ബസ്സും നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളുമൊക്കെ ദിവസവും കടന്നുപോകുന്ന വഴിയാണിത്. കുണ്ടിലും കുഴിയിലും ചാടി വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നതും പതിവാണ്. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിനെ വെള്ളപൂശി കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിട്ടില്ലെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ആശുപത്രിക്കുള്ളിൽ എത്തിക്കാൻ മാത്രമാണ് കാലതാമസം ഉണ്ടായതെന്ന് കളക്ടർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മന്ത്രിമാരും സർക്കാരും തുടർച്ചയായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ജില്ലാ കളക്ടറുടെ ക്ലീൻ ചിറ്റ്. മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ആശുപത്രിക്ക് പുറത്ത് എത്തിച്ചിരുന്നു. ഉള്ളിലേക്ക് കടത്താനാകാത്ത പരിമിതി ഉണ്ടായിരുന്നു എന്നാണ് കോട്ടയം ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടുന്നത്. സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അങ്ങനെ റിപ്പോർട്ട് പരിശോധിച്ചാലല്ലേ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. അതെ, അത് ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥിതിക്ക് ഇനി ഗവൺമെൻറ്റാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് ശരിയല്ല. എത്താൻ കാലതാമസം ഉണ്ടായില്ല, പക്ഷെ അതിനകത്ത് കടത്താൻ കുറച്ച് പ്രയാസപ്പെട്ടു, അത് മാത്രമേ ഉള്ളൂ. ആ ഒരു തടസ്സം നീക്കി അത് കയറിയ കാലതാമസം മാത്രമേ ഉള്ളൂ. കെട്ടിടത്തിന് കാലപ്പഴക്കം മൂലമുള്ള ബലക്ഷയമുണ്ടായിരുന്നു എന്ന് 3 റിപ്പോർട്ടുകൾ ഉള്ളതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇത് പൊളിച്ചു നീക്കാൻ ഒരു റിപ്പോർട്ടിലും പറഞ്ഞിരുന്നില്ല. സർക്കാരാണ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് കളക്ടർ പറയുന്നു. അതേസമയം ആശുപത്രി വികസന സമിതിയുടെ അധ്യക്ഷനായ ജില്ലാ കളക്ടറെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചതിൽ നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. വീഴ്ചയില്ല എന്ന് കളക്ടർ പറഞ്ഞ സാഹചര്യത്തിൽ സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കർക്കിടക മാസം മനുഷ്യർക്ക് മാത്രമല്ല ആനകൾക്കും സുഖചികിത്സയുടെ കാലമാണ്. 10 ദിവസം നീണ്ടുനിന്ന ഗജപൂജയും വഴിപാട് സമർപ്പണവുമാണ് തൃശൂർ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൊമ്പനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും രാമാനുജനെന്ന് ആനപ്രേമികൾ വിളിക്കുന്ന ദേവിദാസനും ഇപ്പോൾ സുഖചികിത്സയിലാണ്. രാമനെയും ദാസനെയും കാണാൻ പതിവ് പോലെ തെച്ചിക്കോട്ടുകാവിലെത്തുന്നവർക്ക് കുറച്ചു ദിവസത്തേക്ക് 2 ആനകൾക്കും ഭക്ഷണമൊന്നും നൽകാനാകില്ല. ക്ഷേത്രത്തോട് ചേർന്നുള്ള ആനത്തറിയിലെത്തുന്നവർക്ക് സുഖചികിത്സാ കാലമായതിനാൽ പുറമേ നിന്നുള്ള പഴങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും നൽകരുതെന്ന് അറിയിച്ചുള്ള ബോർഡ് കാണാം. രാവിലെ സാധാരണ തീറ്റയ്ക്ക് പുറമെ തേച്ചുകുളി കഴിഞ്ഞാൽ പ്രത്യേകം തയ്യാറാക്കുന്ന ചവനപ്രാശം, രസായനം തുടങ്ങിയവയാണ് ഭക്ഷണം. കഴിഞ്ഞ 10 ദിവസം തെച്ചിക്കോട്ടുകാവിൽ ഗജപൂജയും വഴിപാട് സമർപ്പണവും ആഘോഷമായി നടന്നു. ഒത്തുകൂടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ തെച്ചിക്കോട്ടുകാവ് കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ ആനകളെ 2 ആനകളും സീസൺ പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കർക്കിടക മാസത്തിലെ 10 ദിവസം ഒരു പൂജ ആനകൾക്ക് വേണ്ടി പല ആളുകളും വഴിപാടുകൾ ചെയ്തൊരു പൂജ നടക്കുന്നുണ്ട്. ആ പൂജയ്ക്ക് ശേഷം ആനകൾക്ക് നിവേദ്യം കൊടുക്കാൻ വേണ്ടി ഉള്ളിൽ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശ്രീരാമജയം ഗ്രൂപ്പിൻ്റെയും മറ്റേ വഴിപാട് സമർപ്പണം ഇന്നാണ് ഉണ്ടായത്. ആ വഴിപാട് സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഒത്തുകൂടിയത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഗജപൂജ. 1984 രാമചന്ദ്രനെ വാങ്ങാൻ മുൻകൈയെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 തൃശൂർ.
കണ്ണിന് പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ PT5 എന്ന കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ. പാലക്കാട് കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് ആന എത്തിയത്. രാവിലെ ജനവാസ മേഖലയിലെത്തിയ ആന തെങ്ങ് ഉൾപ്പെടെ നശിപ്പിച്ചു. ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വനം വകുപ്പ് ആരംഭിക്കാനിരിക്കെയാണ് കൊമ്പൻ തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തുന്നത്. ഇടുക്കിയിൽ നാശം വിതച്ച് കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിലും പച്ചക്കാട് ഡിവിഷനിലുമാണ് കാട്ടാന ഇറങ്ങിയത്. പച്ചക്കാട് ഡിവിഷനിൽ വാഴകൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈലന്റ് വാലി, ഗൂഡാർവിള, നെറ്റിക്കുടി മേഖലകളിലും ആന എത്തിയിരുന്നു. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇതും തൊഴിലാളി കുടുംബങ്ങളെ ആശങ്കയിലാക്കുന്നു. ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ പക്ഷിക്ക് CPR നൽകി രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് ജീവനക്കാരൻ. മുക്കം ഫയർഫോഴ്സിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറും മുക്കം അഗസ്ത്യമുടി സ്വദേശിയുമായ ജയഗീഷൻ ആണ് പക്ഷിയെ രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. ജയഗീഷിന്റെ അടിയന്തര ഇടപെടലാണ് പക്ഷിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. കൊട്ടാരക്കര MC റോഡ് മൈലത്ത് അരി കയറ്റി വന്ന ലോറി മറിഞ്ഞു. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പെരുമ്പാവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അരിയുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പോലീസ് നിഗമനം. പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് തീപിടിച്ചു. ആർക്കും തന്നെ പരുക്കില്ല. പാലക്കാട് സ്വദേശികളായ 6 അംഗ സംഘം സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത്. പമ്പപാതയിൽ അട്ടത്തോടിനും ചാലക്കയത്തിനും ഇടയിലാണ് അപകടം. മലപ്പുറം വടക്കുമുറിയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ കുടുങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ബംഗാൾ സ്വദേശികളാണ് മരിച്ചത്. ബികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, സമദ് അലി എന്നിവരാണ് മരിച്ചത്. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. മലപ്പുറം അരീക്കോട് വടക്കമുറി കളപ്പാറ ഭാഗത്തുള്ള കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ ഭാഗമായുള്ള ഒരു കുഴിയുണ്ട്. ആ കുഴി വൃത്തിയാക്കാൻ ഒരു ടാങ്ക്, മാലിന്യ ടാങ്ക് എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആ കുഴി വൃത്തിയാക്കാനായി ഈ തൊഴിലാളികൾ ഇറങ്ങിയപ്പോഴാണ് 3 പേരും ഈ കുഴിക്കൽ പെടുകയും ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് തൊഴിലാളികൾ, ഒപ്പമുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ ഇവരെ പുറത്തേക്ക് എത്തിച്ചതോടെ ബോധരഹിതരായി നിലംപതിക്കുകയായിരുന്നു. തുടർന്ന് ഇതേ തൊഴിലാളികൾ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. 3 പേരും ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതായത് അതിഥി തൊഴിലാളികളായി ജോലി ചെയ്യുന്നവരാണ്. ബികാസ് കുമാർ, ഹിതേഷ്, സമദ് അലി എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ. 3 പേരും കുറച്ചു നാളുകളായി ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജോലി ചെയ്തു വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറച്ചിക്കടകളിലും മറ്റും, പ്രത്യേകിച്ചും കോഴിക്കടകളിലൊക്കെ ഉള്ള ഈ ഇറച്ചി മാലിന്യങ്ങൾ, കോഴിയിറച്ചിയുടെ മാലിന്യങ്ങൾ സംസ്കരണം നടത്തുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള പ്ലാന്റുമായിരുന്നു. നമുക്കറിയാം ഈ കോഴി മാലിന്യ സംസ്കരണം തന്നെ പല രീതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് രാസപദാർത്ഥങ്ങളടക്കം ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം ഈ വലിയ തോതിലുള്ള മാറ്റം ഈ ഇറച്ചി മാറ്റങ്ങൾക്ക് ഉണ്ടാവുകയും അവ ഒരു വിഷവാതകങ്ങളും രാസപദാർത്ഥങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരുപക്ഷെ ഈ തൊഴിലാളികൾ ഇറങ്ങിയ ടാങ്കിനുള്ളിൽ ഇത്തരത്തിലുള്ള
വിഷവാതകങ്ങൾ രൂപപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവാം. അതായിരിക്കും ഇവർ വൃത്തിയാക്കാനായി ഇറങ്ങിയപ്പോഴേക്കും ഈ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഈ വിഷവാതകം ശ്വസിച്ചത് മൂലം ഒരുപക്ഷെ ബോധരഹിതരാവുകയും ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മതിയായ സുരക്ഷാ സന്നാഹങ്ങൾ ഇല്ലാതെയാണോ ഈ തൊഴിലാളികളെ ഈ സ്വകാര്യ സ്ഥാപനം മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനായി നിയോഗിച്ചത്? ഒപ്പം മറ്റ് ഈ തരത്തിലുള്ള, അതായത് കൃത്യമായ സംസ്കരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ പരിശോധനകൾ നടക്കും. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അരീക്കോട് വടക്കുമുറി കളപ്പാറയിലെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ 3 തൊഴിലാളികൾക്ക് ദാരുണമായ അന്ത്യം ഉണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നൽകാനുള്ളത്. മലപ്പുറം വടക്കുമുറിയിലാണ് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ കുടുങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചത്. ബംഗാൾ സ്വദേശികളാണ് മരിച്ചത്. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, വയനാടിനെ തകർത്തെറിഞ്ഞ നിരവധി കുടുംബങ്ങളെ അനാഥമാക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. പ്രകൃതി താണ്ഡവമാടിയ ആ രാത്രിയിലെ കണ്ണീർ ഒരു വർഷത്തിനപ്പുറവും തോർന്നിട്ടില്ല. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ഒരു നാടില്ലാതായത് ഇങ്ങനെയാണ്. 2024 ജൂലൈ 29 അർദ്ധരാത്രി കനത്ത മഴ പെയ്തു. പ്രകൃതി ചില ദുസ്സൂചനകൾ നൽകി. പക്ഷേ അന്ന് രാത്രി അവർ സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്നു. വെള്ളരിമല ഇടിച്ചിറങ്ങി വന്ന് തങ്ങളെ ഇല്ലാതാക്കുമെന്ന് അവരാരും കരുതിയത് പോലുമില്ല. പുന്നപ്പുഴയുടെ ഉത്ഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടി. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളെയാണ് ദുരന്തം തകർത്തെറിഞ്ഞത്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള 8 കിലോമീറ്ററിൽ പ്രകൃതി താണ്ഡവമാടി. 298 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 32 പേരെ കാണാതായി. ചാലിയാറിലൂടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒഴുകി നടന്നു. 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പരിക്കേറ്റവർ 35 പേരാണ്. കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗങ്ങളിൽ നിന്നായി 1800-ലധികം പേരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഉരുളെടുത്തു. ഒറ്റപ്പെട്ടുപോയ ഇടത്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനായി സൈന്യം ബേലി പാലം നിർമ്മിച്ചു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ നാടൊന്നിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഒപ്പം നിന്നു. പ്രധാനമന്ത്രി വരെ വന്നു. നിരവധി സഹായ വാഗ്ദാനങ്ങളുമുണ്ടായി. മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് 772 കോടി സംഭാവന ലഭിച്ചു. ദുരന്ത മേഖലയിൽ ഇനി ജനവാസം സാധ്യമല്ലെന്ന് പഠന റിപ്പോർട്ട് വന്നു. ദുരന്തബാധിതരെ മാറ്റി താമസിപ്പിക്കാൻ ടൗൺഷിപ്പ് പദ്ധതി ഒരുങ്ങി. സങ്കീർണമായ നിയമ നടപടികൾക്കൊടുവിൽ എൽസൺ എസ്റ്റേറ്റിൽ വീട് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. 410 വീടുകളിൽ 1662 പേർക്ക് തണലൊരുക്കാനാണ് ശ്രമം. കേന്ദ്ര സഹായം പക്ഷേ ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്നു. സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് പോലും പണം ചോദിച്ച കേന്ദ്രത്തിൽ നിന്ന് ഇനി കാര്യമായി പ്രതീക്ഷിക്കാനുമില്ല. ഒരു വർഷത്തിനിപ്പുറം ദുരന്തബാധിതരുടെ ജീവിതം ക്ലേശകരമായി തന്നെ നീങ്ങുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലിൽ ഈ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ വേണ്ടത്ര വേഗം കൈവരിക്കാനാവുന്നില്ല എന്നത് പ്രതിസന്ധിയായി തുടരുന്നു. ദുരന്ത പ്രതീകമായി പുന്നപ്പുഴ ഇപ്പോഴും ഒഴുകുന്നു. മഴ തോർന്നു. പക്ഷേ നമ്മുടെ കരുതൽ എത്രയുണ്ടായാലും ഉറ്റവരെ നഷ്ടപ്പെട്ട ഈ നാട്ടുകാരുടെ കണ്ണീർ മാത്രം തോരുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താടിയിൽ പിടിച്ച് കളിച്ച കുഞ്ഞു നൈസമോൾ ചൂരൽമല ദുരന്തത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമായിരുന്നു. വാഗ്ദാനങ്ങൾ വെറും വാക്കായി മാറിയതിന്റെ നിരാശ ഇന്നും നൈസയുടെ അമ്മ ജസീല പങ്കുവെക്കുന്നുണ്ട്. ഈ കുരുന്നിന്റെ കളിച്ചിരിയാണ് എല്ലാം നഷ്ടമായ വേദനയെ മറികടക്കാൻ ജസീലയ്ക്ക് കരുത്താക്കുന്നത്. സഹോദരിമാരായ ഹിനയെയും ഫൈസയെയും പിതാവ് ഷാജഹാനെയും ഉരുൾ കവർന്നെടുത്തിരുന്നു. ജസീലയുടെ ജീവിതത്തിൽ ശേഷിച്ചത് കുഞ്ഞു നൈസമോൾ മാത്രം. ഇന്നിപ്പോൾ വേദനകൾ മറന്ന് മുന്നോട്ടു പോകാൻ ഇവർക്ക് കരുത്തു നൽകുന്നത്
പ്രധാനമന്ത്രിയുടെ വരെ ലാളനം ഏറ്റുവാങ്ങിയ നൈസ മോളുടെ നിഷ്കളങ്കതയാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതുവരെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ജോലിയൊന്നും ശരിയായിട്ടില്ല. ഇപ്പം എന്തിനെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ശരിയായി അതിന് പോകാൻ നോക്കണം. ഇപ്പം മോള് കൂടെ ഉള്ളതുകൊണ്ട് വലിയൊരു ഇതന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ അനുഭവങ്ങൾ എല്ലാം മറിച്ചു ചിന്തിപ്പിച്ചു. മോദി സാറ് വന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഒക്കെ നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു. മോളെ ചേർത്ത് പിടിച്ചൊക്കെ ഇതാക്കിയപ്പോൾ നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു. പിന്നീട് കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് ഒന്നുമില്ലാന്നപ്പോൾ ഭയങ്കര പ്രയാസം തന്നെയാണ് തോന്നിയത്. കൽപ്പറ്റയിൽ ഉയരുന്ന സർക്കാരിന്റെ ടൗൺഷിപ്പാണ് ഇവർക്കിനി അഭയം. നഷ്ടപ്പെട്ടതൊന്നും മറക്കാനാകില്ലെങ്കിലും ഓർമ്മകളുടെ കരുത്തിൽ മുന്നോട്ട് നടക്കുകയാണ് ഈ അമ്മയും മകളും. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശിനി അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചു പോലീസ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന പറഞ്ഞു. അതുല്യയുടെ റീപോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കൊല്ലം സ്വദേശിനിയായിരുന്നു ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് ഇപ്പോൾ റീപോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുകയാണ്. വൈകിട്ട് 3 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. കുടുംബം ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ വീട്ടുകാരെ എതിരെയുമെല്ലാം പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.